സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക്, ഫ്രാക്ചർ അല്ലെങ്കിൽ ഒടിവ്, ഇത് രണ്ടും നമുക്ക് എങ്ങനെ വേർതിരിക്കാം? ഏറ്റവും കൂടുതൽ നമ്മൾ സ്പ്രെയിൻ ആവുന്നത് അല്ലെങ്കിൽ ഫ്രാക്ചർ ആവുന്ന ഒരു ജോയിൻറ്റ് അല്ലെങ്കിൽ ബോണ് ആംഗിൾ ജോയിൻ്റ് ആണ്, അത് കണങ്കാല്. അപ്പോൾ ഇവിടെ സ്പ്രെയിൻ ആണോ ഫ്രാക്ചർ ആണോ? പടി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് കാല് മടങ്ങുക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വേർതിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉടനെ നമ്മൾ ഓർത്തോപീഡിക് സർജൻ്റെ അടുത്ത് പോകുമ്പോൾ ആദ്യം ക്ലിനിക്കിൽ നമ്മൾ പരിശോധിച്ച് നോക്കും. ലിഗമെൻ്റ് ഉള്ള സ്ഥലത്ത്, ലിഗമെൻറ്റിൻ്റെ ഇഞ്ചുറിയാണ് നമ്മൾ സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്കെന്ന് പറയാറ് സാധാരണ. അപ്പോൾ അവിടെ പെയിൻ ഉണ്ടെങ്കിൽ, അവിടെ ആ ഒരു ഭാഗത്ത് അമർത്തുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പ്രെയിനായിട്ട് നമുക്ക് അനുമാനിക്കാം. അതല്ല ഫ്രാക്ചർ ആണെങ്കിൽ, എല്ലിന്മേൽ അമർത്തുമ്പോഴുള്ള വേദനയാണെങ്കിൽ അതൊരു ഫ്രാക്ചർ ആവും അല്ലെങ്കിൽ ഒടിവാവും. ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു എക്സ്റേ നമ്മളെ സഹായിക്കാറുണ്ട് സാധാരണ. അപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ എല്ലിന് ഒടിവുണ്ട്, പ്രത്യേക രീതിയിൽ ഒടിവ് നമുക്ക് കാണുകയാണെങ്കിൽ അതിന് നമ്മൾ ഫ്രാക്ചറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത്, അതായത് ഒരു പ്ലാസ്റ്റർ ഇടുകയോ ആ രീതിയിൽ ഒരു 6 വീക്സ് 6 ആഴ്ചയോളം നമുക്ക് പ്ലാസ്റ്റർ ഇടേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു സർജറി തന്നെ പലപ്പോഴും വേണ്ടി വരും. അതല്ല സ്പ്രെയിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഉളുക്കാണെങ്കിൽ നമ്മൾ 3 ആഴ്ച സാധാരണഗതിയിൽ ഒന്നുകിൽ ഒരു ആംഗിൾ ബ്രേസ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് നമ്മൾ ചികിത്സിക്കാറുണ്ട്. രണ്ടിനും തുടക്കത്തിൽ കാലുകുത്തി നടക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല.